ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രമാഷൻ ഡി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിന്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്നത്തെ ലോസിന് ശേഷം ഇന്നലെ വലിയ രീതിയിലുള്ള റീബൗണ്ടാണ് അമേരിക്കയിൽ കണ്ടത്. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ രീതിയിൽ റീബൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഡൗ ജോൺസ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ റെക്കോർഡ് ലെവലിലാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 60.54 പോയിന്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ നാസ്ഡാക്ക് 197.63 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2024.31 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് 13.85 ആണ്, 13.85 ആണ്. മിനിഞ്ഞാന്നത് 14.35 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഇന്നലെ ഒരു മിക്സഡ് റിയാക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ മിക്സഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. നമ്മുടെ ഇൻ്ററിം ബഡ്ജറ്റിന് ശേഷം നിഫ്റ്റി 28 പോയിന്റ് താഴെയും അതുപോലെ തന്നെ സെൻസെക്സ് 106 പോയിന്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റീബൗണ്ടാണ്. അതോടൊപ്പം തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. $2,070 പെർ ഔൺസിനാണ് ഇന്നലെ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $78.9 പെർ ബാരലിനാണ്. ഇന്ന് മോർണിംഗിൽ $79.25 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിലത്തെ മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ടെക്നോളജി റിസൾട്ടുകൾ തന്നെയാണ്. ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനിയാണ് മെറ്റാവേഴ്സ്. മെറ്റയുടെ Q4 റിസൾട്ട് വന്നിരുന്നു. ട്രേഡിങ്ങിന് ശേഷമാണ് വന്നിരിക്കുന്നത്. എക്സലൻറ്റ് റിസൾട്ടാണ്. മെറ്റ ട്രേഡിങ്ങിന് ശേഷമുള്ള ആഫ്റ്റർ അവേഴ്സ് ട്രേഡിങ്ങിൽ 14% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആമസോണും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. 8% ബെറ്റർ ആയിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ആപ്പിളിൻ്റെ റിസൾട്ടും വന്നിരുന്നു. റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷേ ആപ്പിളിൻ്റെ സ്റ്റോക്ക് താഴെ പോവാണ് ഉണ്ടായത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ നിന്ന് വരുന്ന സെയിൽസ് ന്യൂസാണ്. ചൈനയിൽ ലോവർ സെയിൽസാണ് ഐഫോണൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ ആപ്പിളിൻ്റെ ഷെയറിൽ കണ്ടത്. പക്ഷേ ഓവറോൾ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഡിപ്പ് ബൈയിങ് പ്രോസസ്സിലാണ്. അത് മാർക്കറ്റ് താഴെ വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ടെക്നോളജി സ്റ്റോക്കിൽ എൻട്രി ചെയ്യാണ്. ഇതാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇന്നിനി അമേരിക്കയിൽ പുറത്തു വരാനുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയാണ് ജനുവരി മാസത്തെ. തീർച്ചയായിട്ടും ഈ ഡാറ്റയും മാർക്കറ്റിന് ചെറുതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡാറ്റയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കൻ മാർക്കറ്റിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈന പൊതുവെ ഒരു റീബൗണ്ട് മോഡിലാണ്, ചൈനീസ് എക്കണോമി റീബൗണ്ട് മോഡിലാണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ചൈനീസ് സ്റ്റോക്കുകളൊന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അറൗണ്ട് 100-150 പോയിന്റ് മേലെ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. നമ്മുടെ ഇൻ്ററിം ബഡ്ജറ്റ് ഇന്നലെ ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. വികസനത്തിന് ഊന്നിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മെഷേഴ്സാണ് കൂടുതലും ബഡ്ജറ്റിലുള്ളത്. പ്രത്യേകിച്ച് CAPEX 11.1% കൂട്ടി 11.1 ലക്ഷം കോടിയാക്കിയിരിക്കുകയാണ്. ഇത് പൊതുവെ റെയിൽവേസ് അതുപോലെ തന്നെ എയർപോർട്ടുകൾ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. എക്കണോമിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്മിനൻ്റ് ആയിട്ട് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആ ത്രസ്റ്റിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ വിൻഡ് പവറിന്, റിന്യൂവബിൾ എനർജിക്ക്, അക്വാകൾച്ചറിന്, ടൂറിസം റിലേറ്റഡ് രംഗത്ത് അതുപോലെ തന്നെ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻക്രീസ് ചെയ്തിരുന്നു 20% ഫോറിൻ റെമിറ്റൻസ് മേലുള്ള ടാക്സ്. അത് വീണ്ടും റെഡ്യൂസ് ചെയ്യുകയാണ് 5%. അതും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അപ്പോൾ ഓവറോൾ ഇന്നലെ ബഡ്ജറ്റ് വലിയ വെടിക്കെട്ടുകൾക്ക് കാരണമാക്കാവുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് വളരെ സ്റ്റേബിളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്. അതുപോലെ തന്നെ മറ്റ് മെഷേഴ്സ് എഡ്യൂക്കേഷൻ രംഗത്ത് അതുപോലെ തന്നെ മറ്റ്
ഹെൽത്ത് കെയർ രംഗത്തൊക്കെ ധാരാളം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സിനുള്ള ഹൗസിംഗ് പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള പ്രപ്പോസൽസൊക്കെ വന്നിട്ടുണ്ട്. ഓവറോൾ ഇൻ്ററിം ബഡ്ജറ്റ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ബഡ്ജറ്റാണ്. ഇതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ ആയിരിക്കും നമ്മൾ ജൂലൈയിൽ വരുന്ന ഫുൾ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതുവരെ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളൊന്നും തന്നെ ബഡ്ജറ്റിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുമ്പോഴുള്ള ഇവൻറ്റുകൾ, Q3 റിസൾട്ടുകൾ, ബാലൻസ് വരാനുള്ളതും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ട്സ് മാർച്ചിൽ വരാനുള്ളതും ജനറൽ ഇലക്ഷനാണ് നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് നോക്കുമ്പോഴുള്ള കീ ഇവൻറ്റ്സ്. അല്ലാത്ത പക്ഷം ഗ്ലോബൽ ഇവൻറ്റുകളായിരിക്കാം മാർക്കറ്റിൻ്റെ ട്രെൻഡിനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നമ്മുടെ ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണുള്ളത്. സെലക്ട് സ്റ്റോക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്നലെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കിങ്സ് ഇൻഫ്ര വെഞ്ചർ, അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സുസ്ലോൺ, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ബഡ്ജറ്റിൽ നിന്ന് കാണുന്നത്. തീർച്ചയായിട്ടും കിങ്സ് ഇൻഫ്ര വെഞ്ചറും അതുപോലെ സുസ്ലോണും വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ പ്രീമിയം പിക്കായിട്ട് ഈ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും നൽകിയിരുന്നു. നല്ല രീതിയിലുള്ള റിട്ടേൺസ് ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ടാണ് ഫാബ്ലെസ്. നെറ്റ് പ്രോഫിറ്റ് 100% മേലെയാണ് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ V-Guard 48% ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റിൽ. അഡാനി പോർട്ട് 68%-ലധികമാണ് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഡാറ്റ പാറ്റേൺസ്, ഡിഫൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ് ഡാറ്റ പാറ്റേൺസ്. ഡാറ്റ പാറ്റേൺസിൻ്റെയും റിസൾട്ട് എക്സലൻറ്റ് റിസൾട്ടാണ്. ഇന്നും ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രമുഖ കമ്പനികളുടെ റിസൾട്ടുകളും ഇന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നൊരു ജൂബിലൻ മൂഡാണ്, ഒരു ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം Q3 റിസൾട്ടിനനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബഡ്ജറ്റ് ഇവൻറ്റ് കഴിഞ്ഞു. ആ ഇവൻറ്റിൻ്റെ എല്ലാ ഇമ്പാക്റ്റും ഡിസ്കൗണ്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ. ഇനി അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകളാണ് മാർക്കറ്റിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗം, വിൻ പവർ രംഗം, റിന്യൂവബിൾ എനർജി രംഗം, അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസിലൊക്കെ അപ്വേർഡ് മൂവ്മെൻറ്റും കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബഡ്ജറ്റിൽ ഇലക്ട്രിക് ബസ് അഡോപ്ഷനുള്ള പ്രപ്പോസൽസും ഉണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ ഇൻ്ററിം ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. Q3 റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബൈ ചെയ്യുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷനാണ്. എത്ര പ്രോഫിറ്റ് എത്ര കാലഘട്ടത്തിനുള്ളിൽ വേണമെന്നുള്ളത് ഇൻവെസ്റ്റേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും റെക്കമെൻഡ് ചെയ്യുകയാണ് സുസ്ലോണും കിങ്സ് ഇൻഫ്ര വെഞ്ചറും ലോങ് ടൈമിലേക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. സുസ്ലോൺ പ്രത്യേകിച്ച് ഈ കറണ്ട് ലെവലിൽ നിന്ന് ഒരു പക്ഷേ ഡബിൾ പ്രൈസിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സുസ്ലോണിൻ്റെ ഫണ്ടമെൻ്റൽസും ഇപ്പോഴത്തെ ടേൺ അറൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 270 ഒരു പക്ഷേ 100 രൂപീസിലേക്കൊക്കെ 1 to 2 ഇയറിനുള്ളിൽ സുസ്ലോൺ ഉയരാനുള്ള ചാൻസസ് ആണ്. ഇപ്പോഴത്തെ ഓർഡർ ഫ്ലോസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിൻ പവർ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രപ്പോസൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം അക്വാകൾച്ചർ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് എന്നുള്ള ഇൻ്ററിം ബഡ്ജറ്റിൽ വലിയ പ്രൊജക്റ്റുകളാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും മേജറായിട്ട് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് കിങ്സ് ഇൻഫ്ര വെഞ്ചറിനാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കും വലിയ രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. നമ്മുടെ കോട്ടക് ഷെയർ വെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിനായിട്ടുള്ള പ്രീമിയം പിക്ക് നമ്മൾ അതാത് ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.